നമസ്കാരം, വാർത്തകളുമായി അവർ TV 24/7. ഇന്നത്തെ പ്രധാന വാർത്തകൾ. റാപ്പർ വേഡിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കും. ഏഷ്യ കപ്പ് ടീമിനെ സൂര്യകുമാർ യാദവ് നയിക്കും. ഗിൽ വൈസ് ക്യാപ്റ്റൻ, സഞ്ജു ടീമിൽ. മുൻ ജസ്റ്റിസ് തെലങ്കാന സ്വദേശി ബി സുന്ദരേശ്വർ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. കൊല്ലത്ത് അംഗീകാരമില്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ ഉടമ ജീവനൊടുക്കി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടറിൽ നിന്ന് വിവരങ്ങൾ ചോർന്നതായി സംശയം, അന്വേഷണം തുടങ്ങി. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി യുഎഇയിലെ സ്കൂളുകളും സർവകലാശാലകളും. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ വ്യാജ ജോലി വാഗ്ദാനങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി യുഎഇയിലെ സ്കൂളുകളും സർവകലാശാലകളും. ഈ സ്ഥാപനങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് അധ്യാപക ജോലികൾക്കുള്ള ആവശ്യകത ചൂഷണം ചെയ്താണ് തട്ടിപ്പ് സംഘങ്ങൾ രംഗത്തെത്തിയത്. വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കുകയും പണത്തിനായി ഭീഷണിപ്പെടുത്തുകയുമാണ് തട്ടിപ്പുകാർ ഇത്തരം ശ്രമങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ ഔദ്യോഗിക ചാനലുകൾ വഴി മാത്രം നിയമനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉറപ്പാക്കണമെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതർ അറിയിക്കുന്നത്. നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ CID കഥാപാത്രത്തിന് തുടക്കമിട്ട കറുത്ത കൈ എന്ന സിനിമയ്ക്ക് 60 വയസ്സ് പിന്നിട്ടു. മലയാള സിനിമയിലെ സംവിധാന കലാപ്രതിഭ M കൃഷ്ണൻ നായരാണ് നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മേരിലാൻഡ് P സുബ്രഹ്മണ്യൻ നിർമ്മിച്ച കറുത്ത കൈ സംവിധാനം ചെയ്തത്. 60 വർഷം പൂർത്തിയാകുന്ന കറുത്ത കൈ എന്ന സിനിമ പ്രേം നസീർ സുഹൃത്ത് സമിതി ആഘോഷിക്കുന്നു. ആഗസ്റ്റ് 21 വൈകുന്നേരം 5:30 ലെനിൻ ബാലവാടിയിൽ നടക്കുന്ന ചിത്രത്തിന്റെ ആഘോഷ ഉദ്ഘാടനം M കൃഷ്ണൻ നായരുടെ മകൻ K ജയകുമാർ IAS നിർവഹിക്കുമെന്ന് സമിതി സംസ്ഥാന സെക്രട്ടറി തെക്കൻ സ്റ്റാർ ബാദുഷ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajuman.